മിസ്കൺസെപ്റ്റ്സ് അബൌട്ട് സൈക്കാട്രി. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും കൗൺസിലിംഗ് പോരെ, സൈക്കാട്രി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ പേടിക്കേണ്ട കാര്യമാണ് എന്നുള്ളൊരു മിസ്കൺസെപ്റ്റ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ പുറകിൽ. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിച്ചു നോർമലായി പേടി കുറഞ്ഞു, പക്ഷെ ആളിന് ധൈര്യം ഉണ്ടാകുന്നില്ല. മരുന്ന് കഴിച്ചതുകൊണ്ട് ധൈര്യം ഉണ്ടാകുന്നില്ല. പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്തുവാ, ഇത്തവണ തോറ്റു സാരമില്ല, അടുത്ത തവണ ജയിക്കും, പഠിക്കുക, ഇതാണ് പോസിറ്റീവ് തിങ്കിങ്. അത് വെറും സമാധാനിപ്പിക്കൽ. നെഗറ്റീവ് തിങ്കിങ് ഈസ് ദ കോസ് ഓഫ് ഓൾ ദ പ്രോബ്ലംസ്. കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ ഈസി വരെ എന്തുവാ, അതിന് മുമ്പിൽ ഒരു മൊബൈൽ കൊടുക്കുക. ഫോൺ യൂസ് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ബാഡ്. ടു സം എക്സ്റ്റെൻറ്റ് ഇറ്റ് ഈസ് നീഡഡ്. മെജോറിറ്റി ഓഫ് കേസസ് അവർ ലൈവായിട്ട് അവരുടെ റോൾ മോഡലായിട്ടുള്ള ഒരു പാരന്റ് ഫിഗർ തന്നെ ഇത് എടുക്കുന്നുണ്ട്. ദിസ് ഇസ് എ വേ ടു ബി എന്നുള്ളൊരു ഇംപ്രഷനാണ് അവർക്ക് കിട്ടുന്നത്. ഏത് കപ്പിൾസിനെ എടുത്ത് നോക്കിയാലും ഇങ്ങനെയാണ്, രണ്ട് ഗ്രൂപ്പാണ്, ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ്, അങ്ങനെ പറയുന്നതായിരിക്കും എത്തുന്നത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ സ്വന്തം പരാജയങ്ങൾ മാസ്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒരു പരിധിവരെ എനിക്ക് ADHD ആണ്, അതുകൊണ്ടാണ് എനിക്ക് അതിന് പറ്റാത്തത് എന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. വെൽക്കം എവ്രി വൺ. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റിഗ്മയാണ്. ഇപ്പോഴത്തെ ജനറേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നതും ഈ ഒരു മെൻ്റൽ ഹെൽത്ത് കാരണമാണ്. സോ ടുഡേ we'll be talking about mental health and we have a very special guest along with us today. He's Dr. Srijit, Senior Consultant Psychiatry of SP Medifort Hospital, Trivandrum. Welcome, sir. Welcome to our podcast. Thank you very much. Thank you for giving this mahal. So my first question is, what is mind and what is mental health and how important is mental health for us now? മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകൾ പലരും ചോദിക്കുന്നത് മനസ്സ്. ചിലർ വിശ്വസിക്കുന്നത് മനസ്സ് ഇവിടെ ഇരിക്കുന്നു, ചിലർ വിശ്വസിക്കുന്നത് മനസ്സ് ഇവിടെ ഇരിക്കുന്നു, അല്ലേ? ഇപ്പം മനസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സെങ്ങും ഇരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ബ്രെയിൻ ഇവിടെ ഇരിക്കുന്നു നമുക്കറിയാം, അല്ലേ? ബ്രെയിൻ നമുക്ക് കാണാം. മനസ്സെന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ പ്രവർത്തനം മാത്രം, ഒരു പ്രോസസ് ഓഫ് വർക്കിംഗ് ഓഫ് ദ ബ്രെയിൻ. ഇറ്റ്സ് ജസ്റ്റ് എ പ്രോസസ്. ഇപ്പം ബ്രെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, പല പല ഭാഗങ്ങളെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് അസംബിൾ ചെയ്ത് ഉണ്ടാക്കിയൊരു അവയവമാണ് ബ്രെയിൻ. ആ അവയവങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഈ മൈൻഡ് എന്ന് പറയുന്നത്. വേറൊരു രീതിയിലും പറയാം, ബ്രെയിൻ ഒരു ഹാർഡ്വെയർ ആണെന്ന് പറയാം. ബ്രെയിനെ കാണാം, ബ്രെയിൻ ഒരു ഹാർഡ്വെയർ ആണ്, മൈൻഡ് ഒരു സോഫ്റ്റ്വെയർ ആണ്. മറ്റൊരു ഉപമയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു മെഷീനാണ്. ആ മെഷീൻ്റെ പ്രവർത്തനമാണ് മൈൻഡ്. ആ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ് ചിന്തകൾ. ആ ചിന്തകളിൽ നിന്നുണ്ടാകുന്ന വികാരങ്ങൾ, ആ വികാരങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തികൾ, അല്ലേ? ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് മൈൻഡ്. അപ്പം ആ മെൻ്റൽ ഹെൽത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോ സോഷ്യൽ വെൽബീയിങ് എന്ന് വേണേൽ പറയാം. വെരി സിമ്പിൾ അല്ലേ? ഇറ്റ്സ് നോട്ട് സിമ്പിൾ, ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ് അല്ലേ? സൈക്കോ സോഷ്യൽ വെൽബീയിങ് ഈസ് മെൻ്റൽ ഹെൽത്ത്. ഗുഡ് മെൻ്റൽ ഹെൽത്ത് മീൻസ് സൈക്കോ സോഷ്യൽ വെൽബീയിങ്. ദാറ്റ്സ് വിച്ച് ഇസ്, അതൊന്ന് ഡിവൈഡ് ചെയ്താൽ സൈക്കോ സോഷ്യൽ, സൈക്കോളജിക്കൽ, മനസ്സിൻ്റെ സൈക്കോളജിക്കൽ മീൻസ് മനസ്സ്, സോഷ്യൽ സാമൂഹികം, സമൂഹത്തിനും നമ്മുടെ മനസ്സും ആ വ്യക്തിയുടെ മനസ്സും സമൂഹവുമായിട്ടുള്ള ഇൻറ്ററാക്ഷനിലുണ്ടാകുന്ന, ആ വ്യക്തിക്കുണ്ടാകുന്നതും സമൂഹത്തിൽ നിന്നുള്ള ഇൻറ്ററാക്ഷനിൽ നിന്നുണ്ടാകുന്ന ഒരു വെൽബീയിങ്, അല്ലേ? ആ ഒരു സുഖമുള്ള, ആ ഒരു സന്തോഷമുള്ള, സംതൃപ്തിയുള്ള ഒരു അവസ്ഥ, അതാണ് ഗുഡ് മെൻ്റൽ ഹെൽത്ത്. സർ, ഈ സ്ട്രെസ് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. സോ ഇസ് ദർ ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇപ്പോൾ യങ്സ്റ്റേഴ്സിൽ കൂടുതലായിട്ട് കാണുന്നത് സ്ട്രെസ്സാണ്. സാറിൻ്റെ എക്സ്പീരിയൻസിൽ സാറിന് എന്തെങ്കിലും ഒരു പേഷ്യൻ്റ് എക്സ്പീരിയൻസ് എന്തെങ്കിലും പറയാനുണ്ടോ? സ്ട്രെസ്സിന് രണ്ട് ഭാഗങ്ങളുണ്ട്. മനസ്സ് കൊണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന, അല്ലേ, മനസ്സിൽ നമ്മൾ ചിന്തയിൽ വരുന്ന ടെൻഷനുള്ള ഭാഗങ്ങൾ, ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിലുണ്ടാകുന്ന ആ ഒരു ഉത്കണ്ഠ, മനസ്സിലെ ഉത്കണ്ഠ. പിന്നെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ റിസൾട്ടായിട്ട് നമ്മൾ ശരീരത്തിൽ തോന്നുന്ന ബുദ്ധിമുട്ടുകൾ. നെഞ്ചിടിപ്പ് കൂടുന്നു, ഹാർട്ട് ബീറ്റ് കൂടുന്നു, വിയർക്കുന്നു, ഒരു ലൈറ്റ് ഹെഡഡ് ഫീലിംഗ്, ഒരു തല ചുറ്റുന്നു, അല്ലേ? ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തൊരു ഇതിനാണ് സ്ട്രെസ് എന്ന് പറയുന്നത്.
ഇത് എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളതാണ് അല്ലേ. ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ സോഴ്സ്, ഡെഫിനറ്റ്ലി ദർ ഷുഡ് ബി എ ട്രിഗർ. അപ്പം അത് പല രീതിയിൽ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെക്കുറിച്ചാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആവാം, ഏതെങ്കിലും സ്ഥലമാകാം, ഏതൊരു വ്യക്തികളാവാം സ്ട്രെസ് ഉണ്ടാക്കുന്നു അല്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അതിൽ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കുറേ ചിന്തകൾ, ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ചില ചിന്തകൾ, എനിക്കത് ചെയ്യാൻ പറ്റുമോ, ഞാൻ ചെയ്താൽ ശരിയാകുമോ, അതിൻ്റെ ഒരു റിസൾട്ട് എന്താകും, ഔട്ട്കംസിനെ കുറിച്ചും പ്രോസസ്സിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു അങ്കലാപ്പാണ് ഈ സൈക്കോളജിക്കൽ സ്ട്രെസ്, റൈറ്റ്. അത് കഴിഞ്ഞ് അതിന് ഫീൽ ചെയ്യുന്ന ഒരു ഫിസിക്കൽ സിംറ്റംസ് അല്ലേ, ഫിസിക്കൽ ഫീച്ചേഴ്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുന്നൊരിതാണ് സ്ട്രെസ്. എന്തുകൊണ്ടുണ്ടാകുന്നു, അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ പല സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ സൈക്കാട്രിയിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ കടന്നു വരുന്ന സ്ട്രെസ്സ് ചിലപ്പം ഉദ്യോഗപരമായിട്ടുള്ള സ്ട്രെസ് ആവാം അല്ലേ. അതാണ് വളരെ കോമൺ ആയിട്ട് കാണുന്നത്. ഇപ്പം IT ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് പോരാഞ്ഞിട്ട് അല്ലെങ്കിൽ വർക്ക് സ്ട്രെസ് കൊണ്ടുണ്ടാവാം. പിന്നെ സ്റ്റുഡൻസിനാണെങ്കിൽ സ്റ്റഡി അല്ലെ, എഡ്യൂക്കേഷണൽ സ്ട്രെസ്, അക്കാഡമിക് പ്രോബ്ലംസ് കൊണ്ടുള്ള സ്ട്രെസ് ഉണ്ടാവാം. ഇതൊന്നും അല്ലാതെ ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പ്രോബ്ലംസ് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്. എനിവേ, the source might be different. The final end product, which is the thought process causing that, defining that stress, and the physical symptoms which the person feels, that's the end product, the end result is the same. Right? The source might be different. The best example that I can think about, which happened last week. So, IT professional, he was promoted from to a higher position. Team lead ആയിട്ട് പ്രൊമോട്ട് ചെയ്തു. The day he was promoted, he became unwell. ഓഫീസിൽ ചെന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആകെപ്പാടെ തോട്ട് പ്രോസസ്സ് എല്ലാം കൂടെ പ്രശ്നമായി, നെഞ്ചിടിപ്പ് വന്നു, വിയർത്തു, ആകെപ്പാടെ വെപ്രാളമായി. And he came here, came to our outpatients department, and it was a full-blown stress reaction. And ആ ഒരു വർക്ക് സ്ട്രെസ് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു വർക്ക് ലോഡ്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ഓ മൈ ഗോഡ്, ഹൗ ക്യാൻ ഐ ഡു ഇറ്റ്, വിൽ ഐ ബി ഏബിൾ ടു ഡു ഇറ്റ്, ആ ഒരു തോട്ട് പ്രോസസ്. ഹി വാസ് ട്രീറ്റഡ് ആൻഡ് ഹി വാസ് മെയ്ഡ് വെൽ. ഐ മീൻ, ഹി ടുക്ക് സം ഓഫ്, 2 weeks ഓഫ് എടുത്തു, and he was treated, very successfully treated, and he went back to the same position as a team lead, and he was able to perform. But of course, ആ ഒരു ഫാർമക്കോളജിക്കൽ മരുന്ന് കൊണ്ടുള്ള സപ്പോർട്ടും ഉണ്ട്, സൈക്കോളജിക്കൽ സപ്പോർട്ടും ഉണ്ട്. സോ ഇപ്പോൾ സാർ ട്രീറ്റ്മെന്റിനെ പറ്റി പറഞ്ഞല്ലോ. സോ ദർ ഇസ് എ നോഷൻ, അതായത് ആൾക്കാരുടെ ഇടയിൽ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. ഇഫ് വി സ്റ്റാർട്ട് ടേക്കിംഗ് മെഡിസിൻസ് ഫോർ ലൈക്ക് എ സൈക്കാട്രി മെഡിസിൻ, അങ്ങനെയാണെങ്കിൽ ലൈഫ് ലോങ് ആയിട്ട് എടുക്കേണ്ടി വരും എന്നൊരു തോട്ട് ഉണ്ട്. ഇസ് ദർ എനി, അതിലെന്തെങ്കിലും ഒരു റിയാലിറ്റി ഉണ്ടോ? മിസ്കൺസെപ്റ്റ്സ് അബൌട്ട് സൈക്കാട്രി. അതാണ് മിക്കവാറും വരുന്നവരോടെല്ലാം. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും കൗൺസിലിംഗ് പോരെ എന്ന് ചോദിക്കും. അപ്പോൾ എല്ലാവരുടെയും വിചാരം കൗൺസിലിംഗ് പോരെ. ബട്ട് സം സിറ്റുവേഷൻസ് കൗൺസിലിംഗ് മാത്രം പോരാ അല്ലേ. ഇപ്പം കൗൺസിലിംഗ് എന്ന് പറയുമ്പം ആളുകൾക്ക് കൺട്രോളുള്ള കാര്യങ്ങളാണെങ്കിൽ അവരെ കൊണ്ട് എങ്ങനെ കൺട്രോൾ ചെയ്യിപ്പിക്കാം, എങ്ങനെ ചേഞ്ച് ചെയ്യിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൗൺസിലിംഗ് ചെയ്യാം. ബട്ട് ചില കാര്യങ്ങൾക്ക് മെഡിസിൻ എടുത്തേ പറ്റൂ. അപ്പം അവരെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, സൈക്കാട്രി മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റുമോ? അപ്പോൾ ആ ഒരു മിസ്കൺസെപ്റ്റ് എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ പറയാം. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഒരു ആങ്സൈറ്റി ഉള്ളൊരാൾ, പേടി എന്ന് പറഞ്ഞാൽ പറയാം അല്ലേ. ആങ്സൈറ്റിക്ക് സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ പേടിയുള്ളൊരു ആൾ, ഒരു ഉത്കണ്ഠയുള്ള ഒരാൾ വന്ന് ട്രീറ്റ്മെൻറ്റിന് വന്നു. അപ്പം ആ ആളിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നെഞ്ചിടിപ്പ് വരുന്നു, വിയർക്കുന്നു, വെപ്രാളം വരുന്നു. ജസ്റ്റ് ലൈക്ക് യു സെഡ്, സ്ട്രെസ് കൊണ്ട് ഉണ്ടാകുന്നൊരു ആങ്സൈറ്റി. അപ്പോൾ ആളിന് മരുന്ന് വേണം. അല്ലാതെ ആളിന് പെട്ടെന്ന് റിലാക്സേഷൻ പഠിക്കാനോ അല്ലെങ്കിൽ റിലാക്സിങ് ടെക്നിക്സ് പഠിച്ചിട്ട് സ്വന്തം മനസ്സിനെ പോസിറ്റീവാക്കി ആങ്സൈറ്റിയിൽ പെട്ടെന്ന് വെളിയിൽ വരാൻ, ദാറ്റ് ക്യാൻ ബി ടോട്ട്, ബട്ട് ദാറ്റ് ടേക്സ് ടൈം അല്ലേ. അപ്പം ദ തിങ്സ് ദാറ്റ്
work immediately is medicines. But then they are reluctant to take the medicines. കാരണം എന്താ, ഈ ഒരു ചിന്തയാണ്, ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ബെറ്റർ ആക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. ബട്ട് വാട്ട് ഐ എക്സ്പ്ലെയിൻ ടു ദം ഇസ്, ഇപ്പം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ റിലാക്സേഷൻ അതൊക്കെ പഠിച്ചു വരാൻ കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ അത്രയും നാൾ ഉറങ്ങാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ഉത്കണ്ഠ കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങാൻ പറ്റാത്ത ഒരാൾക്ക് റിലാക്സ് ചെയ്ത് ഉറങ്ങാൻ പറ്റത്തില്ല അല്ലേ? ഉറങ്ങിയില്ലെങ്കിൽ വീണ്ടും ശരീരത്തിനെ അത് ബാധിക്കുന്നു, അവരുടെ ആരോഗ്യത്തിനെ ബാധിക്കും. ഉറങ്ങാൻ ഡെഫിനറ്റ്ലി മരുന്ന് തന്നെ വേണം. ആങ്സൈറ്റി കുറയ്ക്കാൻ, നെഞ്ചിടിപ്പ് വെപ്രാളം വരുന്നത് കുറയ്ക്കാൻ ഡെഫിനറ്റ്ലി മരുന്ന് തന്നെ വേണം. ഈ ഉത്കണ്ഠയുള്ള ചിന്തകളെ കുറയ്ക്കാൻ മരുന്ന് തന്നെ വേണം. അപ്പോൾ അവരുടെ ആ ഒരു ഉത്കണ്ഠ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റത്തില്ല എന്നുള്ളൊരിത് ഞാൻ വിശദീകരിച്ച് കൊടുക്കുന്ന ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരാൾക്ക് പേടിയുണ്ട്, അത് ഒരാളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്ന് പ്രശ്നം എന്ന് ചിന്തിക്കുന്നതിൽ നിന്നാണ് ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ ആ ചിന്തകളെ മരുന്ന് കുറയ്ക്കുന്നതിലൂടെ ഉത്കണ്ഠ ആങ്സൈറ്റി കുറയുന്നു, ഉറക്കം കിട്ടുന്നു, അങ്ങനെ ആ ഒരു റിലാക്സേഷൻ കിട്ടുന്നു. പക്ഷേ ആളുടെ പേടിയെ മരുന്നിന് കുറയ്ക്കാം, പേടിയെ കുറച്ച് ന്യൂട്രലാക്കാം. പക്ഷേ പേടി മാറ്റി ധൈര്യം മരുന്ന് കൊടുക്കത്തില്ല അല്ലേ? ആളുകൾ വിചാരിക്കുന്ന അങ്ങനെ, കുറേ നാൾ മരുന്ന് കഴിച്ചു, നോർമലായി, ഇപ്പോൾ പേടിയെല്ലാം പോയി, ഇനിയിപ്പോൾ മരുന്ന് നിർത്തിയാൽ കുഴപ്പമില്ലല്ലോ. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിച്ചു നോർമലായി, പേടി കുറഞ്ഞു, പക്ഷെ ആളിന് ധൈര്യം ഉണ്ടാവുന്നില്ല. മരുന്ന് കഴിച്ചതുകൊണ്ട് ധൈര്യം ഉണ്ടാവുന്നില്ല അല്ലേ? അല്ലെ, സങ്കടമുള്ള ഒരാൾക്ക് സന്തോഷം മരുന്ന് കഴിക്കുന്നതിലുണ്ടാവുന്നില്ല. അപ്പോൾ അത് ന്യൂട്രൽ ആയി കഴിയുമ്പോൾ ആളുടെ പ്രവൃത്തിയിലൂടെയാണ് അത് ഉണ്ടാവേണ്ടത്. കോൺഫിഡൻസ് അല്ലേ? ഈ ധൈര്യം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? കോൺഫിഡൻസ്. ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ഹാപ്പിനെസ് that should come from that person's activities അല്ലേ? I am doing the right things for me, I am good അല്ലേ? What is self confidence എന്ന് പറഞ്ഞാൽ I am good, I like myself, that's a self confidence അല്ലേ? If the person has to feel that I am good, I love myself എന്ന് തോന്നണമെങ്കിൽ there should be activities which give him that feeling അല്ലേ? അപ്പം I am doing this, I am good, I can do it. ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ഹാപ്പിനെസ്, ആൻഡ് ദാറ്റ് ഹാപ്പിനെസ് ആക്ച്വലി കംസ് ഫ്രം ഡെയിലി ആക്ടിവിറ്റീസ് അല്ലേ? ഫിസിക്കൽ ആക്ടിവിറ്റീസ്, എക്സസൈസ് ഞാൻ ചെയ്യുന്നുണ്ട്, എൻ്റെ ഡയറ്റ് ഞാൻ നോക്കുന്നുണ്ട്, എല്ലാവരോടും ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ആക്ടിവിറ്റീസ് എല്ലാം ബിൽഡ് ചെയ്താലല്ലേ ആൾ ഹാപ്പി ആവുന്നുള്ളൂ. ആ ഒരു ഹാപ്പി സൈഡിലോട്ട്, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് ആ ഒരു ധൈര്യത്തിലേക്ക് വന്ന് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നാലല്ലേ മെഡിസിൻ നിർത്തിയാലും തിരിച്ച് പഴയതിലേക്ക് പോകാതിരിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി മരുന്ന് നിർത്തുന്ന ഒരാൾ നോർമലായി ഇനിയിപ്പം മരുന്ന് നിർത്താമല്ലോ എന്ന് മരുന്ന് നിർത്തി കഴിയുമ്പം പിന്നെയും ആ ഒരു ചുറ്റുപാടൊക്കെ, ഇപ്പം സ്ട്രെസ് ഉണ്ടാക്കുന്ന ചുറ്റുപാടുണ്ട്, അത് കറക്റ്റ് ചെയ്യുന്നില്ല, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നില്ല. അപ്പം മരുന്ന് നിർത്തി കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി പഴയതിലേക്ക് പോകും. അപ്പോൾ ആളുകളുടെ വിചാരം എന്തുവാ? മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റത്തില്ല അല്ലേ? മരുന്ന് നിർത്തി കഴിഞ്ഞാൽ പിന്നെയും പഴയ പോലെ ആവുന്നു. അപ്പം സൈക്കാട്രി മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റുന്നില്ല. പക്ഷെ അത് തുടങ്ങി ന്യൂട്രൽ ആയി കഴിഞ്ഞാലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകണം അല്ലേ? സങ്കടം, ഡിപ്രഷൻ ഉള്ളവർക്ക് സന്തോഷം വരുന്ന രീതിയിൽ ആക്ടിവിറ്റീസ് ചെയ്യണം, എന്നിട്ടേ മരുന്ന് നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കാവൂ. ഇപ്പം പേടിയുള്ള ഒരാൾക്ക് ന്യൂട്രൽ ആയി കഴിഞ്ഞിട്ട് ധൈര്യം വരുന്നു, കോൺഫിഡൻസ് വരുന്ന രീതിയിൽ ആക്ടിവിറ്റീസ് ചെയ്യണം, എന്നിട്ട് മരുന്ന് നിർത്തി കഴിഞ്ഞാൽ തിരിച്ച് പഴയ പേടിയിലേക്ക് പോകത്തില്ല അല്ലേ? അത് ചെയ്യാതെ നിർത്തിക്കഴിയുമ്പോഴാണ് പഴയ ഇതിലേക്ക് പോകുന്നു. പക്ഷേ അതിൻ്റെ ബ്ലെയിം വരുന്നത് സൈക്കാട്രി മരുന്നിന്. സോ പോസിറ്റീവ് തിങ്കിങ്ങിന് മെന്റൽ ഹെൽത്തുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? യെസ്, ഡെഫിനറ്റ്ലി. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ പോസിറ്റീവ് തിങ്കിങ്ങിന് മെൻ്റൽ ഹെൽത്തുമായിട്ട് ഇതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി ദ അതർ തിങ് ദാറ്റ് വി ഡു, നെഗറ്റീവ് തിങ്കിങ് അല്ലേ? ഇഫ് യു ലുക്ക് അറ്റ് നെഗറ്റീവ് തിങ്കിങ്, സി നെഗറ്റീവ് തിങ്കിങ് ഈസ് ദ കോസ് ഓഫ് ഓൾ ദ പ്രോബ്ലംസ്. നെഗറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ if we look at emotions, ഇപ്പോൾ നെഗറ്റീവ് ഇമോഷൻസും ഉണ്ട്, പോസിറ്റീവ് ഇമോഷൻസും ഉണ്ട്. നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ സങ്കടം, പേടി, ദേഷ്യം അല്ലേ? ഈ സങ്കടം, പേടി, ദേഷ്യം എല്ലാം ഉണ്ടാകുന്നത് എവിടുന്നാ? അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെഗറ്റീവ് ചിന്തകളിൽ നിന്ന്, റൈറ്റ്? ഇപ്പോൾ സങ്കടം ഉണ്ടാകുന്നത് സങ്കടമുള്ള രീതിയിലുള്ള ചിന്തകൾ വരുമ്പോഴാണ് ഒരാൾക്ക് അല്ലേ ഫീൽ ചെയ്യുന്നത്. സി വാട്ട് യു തിങ്ക് is what you feel. What you feel is what you do. And basically that is what decides a person's behavior or a person's personality. അപ്പം നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ
നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു. നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്നു. അപ്പം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്താൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു, പോസിറ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്നു. സി ഓൾ ദീസ് നെഗറ്റീവ് തിങ്കിങ്, ലൈക്ക് സാഡായിട്ട് തിങ്ക് ചെയ്താൽ സാഡായിട്ട് ഫീൽ ചെയ്യുന്നു, സാഡായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ കരയുന്നു, അല്ലേ? ബിഹേവിയേഴ്സ് കരയുന്നു. ഇപ്പം ദേഷ്യമായിട്ട് ചിന്തിച്ചാൽ ഇപ്പോൾ ഒരാൾ നമ്മളോട് ബിഹേവ് ചെയ്തു, ഒരു കാര്യം പറഞ്ഞു, എന്തെങ്കിലും റഫായിട്ട് പറഞ്ഞു, അപ്പം അതിന് ഒരാൾക്ക് പല രീതിയിൽ അതിനെ എടുക്കാം. ഇപ്പം ഒരാൾ ദേഷ്യപ്പെട്ടു, അത് കേട്ട് കഴിയുമ്പം ഒരാൾക്ക് ദേഷ്യമുള്ള രീതിയിൽ ചിന്തിക്കാം, എന്ത് ധൈര്യമുണ്ട് എന്നോടിത് പറയാൻ എന്ന് ചിന്തിക്കാം. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ ദേഷ്യം വരും, ഈ ഷൗട്ട്സ് ബാക്ക്. അതേസമയം അതേ പെരുമാറ്റത്തിന് എന്നാലും എന്ത് സ്നേഹമായിരുന്നു എന്നോട് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു എന്ന് സങ്കടമുള്ള രീതിയിൽ ചിന്തിക്കാം. സങ്കടമുള്ള രീതിയിൽ ചിന്തിച്ചാൽ സങ്കടം വരും, കരയും. അതേ ചിന്ത എന്നോട് ഇയാൾ ഇനി എന്നെ എങ്ങനെ വല്ലതും ചെയ്യുമോ എന്ന് പേടിയോടെ ചിന്തിക്കാം, പേടി വരും, മാറും, ഓടി മാറാം, അല്ലേ? അപ്പം ഇതൊന്നും അല്ലാതെ ആ പറയുന്ന ആളുടെ അഭിപ്രായം, അല്ലേ? എന്നോട് പരുക്കമായി പെരുമാറുന്നത് ആ ആളുടെ അഭിപ്രായം മാത്രം. അതിന് ഞാൻ പ്രാധാന്യം കൊടുത്താലേ എനിക്ക് സങ്കടമോ ദേഷ്യമോ പേടിയോ വരത്തുള്ളൂ. ആളുടെ ഒരു അഭിപ്രായമായിട്ട് ഞാൻ അതിനെ അങ്ങ് മാറ്റി വെച്ചാൽ, ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. You don't feel any sad, you don't become angry, you don't feel any fear as well. So that is positive thinking. If you think it in a positive way, you feel positive, then you behave positive. സർ, ഈ പോസിറ്റീവ് തിങ്കിങ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഫോർ എൻ ഇൻഡിവിജ്വൽ? Definitely. See, it's like a practice. Just like ഇപ്പം നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നു. ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കോൺഷ്യസ്ലി നമ്മളെ ഓർമ്മിപ്പിക്കണം, അല്ലേ? റൈറ്റ് പെഡൽ ആക്സിലേറ്റർ ആണ്, ലെഫ്റ്റ് പെഡലാണ് ക്ലച്ച്. ഇപ്പോഴത്തെ ഓട്ടോമാറ്റിക് വണ്ടിയല്ല, പഴയ മാനുവൽ ആണെങ്കിൽ ലെഫ്റ്റ് പെഡലാണ് ക്ലച്ച്. ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കണം ഞാൻ, എന്നിട്ട് വേണം ക്ലച്ച് ഔട്ടൻ, എന്നിട്ട് വേണം ഗിയർ മാറാൻ. കോൺഷ്യസ്ലി നമ്മളെ റിമൈൻഡ് ചെയ്താണ് നമ്മൾ ഇനീഷ്യൽ ഡേയ്സിൽ കാർ ഓടിക്കുന്നത്, അല്ലെങ്കിൽ കാർ ഓടിക്കാൻ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ച് വന്ന് എക്സ്പേർട്ടായി കഴിയുമ്പം യു നോട്ട് ഇവൻ തിങ്കിങ് അബൌട്ട് ഇറ്റ്, അല്ലേ? യു തിങ്ക് അബൌട്ട് സംതിങ് എൽസ് ആൻഡ് ഇറ്റ് ഹാപ്പൻസ് ഓട്ടോമാറ്റിക്കലി. സോ ആസ് യു പ്രാക്ടീസ് ഇറ്റ്, ആസ് യു ബിക്കം എൻ എക്സ്പേർട്ട്, ഇറ്റ് ബിക്കംസ് ഓട്ടോമാറ്റിക്. Right. Once it becomes automatic, you don't have to think about it. It just happens automatically. It just happens. You do consciously. You don't have to remind yourself to do it. Similarly, positive thinking also the same. See, that's not something that comes automatically. That doesn't come naturally. But അത് നമുക്ക് ഓരോ പ്രാവശ്യവും നമ്മളെ റിമൈൻഡ് ചെയ്ത്, ഓക്കെ, everything has a negative side and a positive side. Yes, true. Everything has a negative side and a positive side. For example, I'll tell you. See, ഒരു പോസിറ്റീവ് തിങ്കിങ്ങിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, see, a person is preparing for an interview. Has prepared so well, ഒരു ഹാർഡ് വർക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്തു, and the person appeared for the interview. പക്ഷേ unfortunately the person failed. അപ്പം what is the usual natural response? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു, എന്നിട്ട് ഞാൻ ജയിച്ചില്ല, എന്നെ കൊണ്ട് കൊള്ളത്തില്ല, ഗുണമില്ല, ഞാൻ ഇനി ഭാവിയിൽ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, വിട്ടുകളാ, ഒരു നിരാശയാണ്, അല്ലേ? അതേസമയം അതിനൊരു പോസിറ്റീവ് സൈഡുണ്ട്. ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു, എന്നിട്ട് ഞാൻ ഫെയിലായെങ്കിൽ എവിടെയോ എനിക്കൊരു പോരായ്മയുണ്ട് എൻ്റെ പ്രിപ്പറേഷനിൽ, അല്ലേ? എൻ്റെ പ്രിപ്പറേഷനിൽ ഒരു പോരായ്മയുണ്ട്. ആ പോരായ്മ തിരിച്ചറിയാൻ എന്നെ സഹായിക്കുന്നതാണ് ഈ പരാജയം, അല്ലേ? ദിസ് ഫെയില്യൂർ ഇസ് ആക്ച്വലി an opportunity for me to identify what went wrong in my preparation, and if I correct that, I can become a better person, അല്ലേ? അപ്പോൾ ആ ഒരു ബെറ്റർ പേഴ്സൺ ആവാൻ എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഫെയില്യൂർ. then why should I be sad about it? I can be happy. അതാണ് ഒരു നെഗറ്റീവ് ഒരു ആംഗിളിൽ അതിനെ കാണാം, ഞാൻ ഫെയില്യൂർ കാണാം. ഇത് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്തുവാ, ഇത്തവണ തോറ്റു, സാരമില്ല, അടുത്ത തവണ ജയിക്കും, പഠിക്കുക. ഇതാണ് പോസിറ്റീവ് തിങ്കിങ്. അത് വെറും സമാധാനിപ്പിക്കൽ, അല്ലേ? അത് വെറും കംഫോർട്ടിങ് ആണ്. ഇത് കംഫർട്ടിങ് അല്ല. ഇത് അടുത്ത പ്രാവശ്യം ജയിച്ചോളും, പഠിച്ചോ, ഇതാണ് പോസിറ്റീവ് തിങ്കിങ് എന്നാണ് എല്ലാവരും വിചാരം. ആക്ച്വലി പോസിറ്റീവ് തിങ്കിങ് അതല്ല. ആ തോൽവിയിൽ തന്നെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്, അല്ലേ? ആ പോസിറ്റീവ് സൈഡിൽ ഫോക്കസ് ചെയ്താൽ ഫീൽ ഗുഡ് റാദർ ദാൻ വി ഫീൽ ബാഡ്, അല്ലേ? ഇപ്പം കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് യു പ്രിപ്പയർ
correcting that shortcoming and you become a better person. Then a positive thinking doesn't come to you automatically. You practice it on an everyday basis. Just like driving, it becomes automatic. And then you don't have to consciously think, you don't have to consciously remind yourself to think positive. Just like driving becomes automatic, positive thinking also becomes automatic. നമ്മൾ ഈ പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഒരു ഈ എൻട്രൻസ് പ്രിപ്പറേഷൻ, ഇപ്പം എൻട്രൻസ് പഠിക്കുന്ന ഒരു കുട്ടി വന്നിരുന്നു. ഇപ്പം യൂഷ്വലി നല്ല പോലെ പഠിക്കുന്ന ഒരാൾ, പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ആ ഒരു കോവിഡൊക്കെ കഴിഞ്ഞപ്പോഴും അത് കഴിഞ്ഞ് അതൊക്കെ ആളിൻ്റെ ആ ഒരു എബിലിറ്റിയെക്കുറിച്ച് ആൾ തന്നെ ഡൗട്ട്ഫുൾ ആവാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു അതിൻ്റെ റീസൺസ് എന്തോ ബുള്ളിങ് ഒക്കെ ആയിരുന്നു, ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കുള്ള ബുള്ളിങ് എന്തൊക്കെയായിരുന്നു. അപ്പം ആൾ തന്നെ ഇപ്പം നേരത്തെ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരാൾ, ഒരു കുട്ടി, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്നുള്ളൊരു തോട്ട് കയറിയിട്ട് ആളുടെ കോൺഫിഡൻസ് കംപ്ലീറ്റ് പോയി, പഠിത്തം ലോ ആയി, ഒരു പെർഫോമൻസ് തന്നെ പുവറായി തുടങ്ങി. അപ്പം ഞാൻ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ആളുടെ ഒരു തോട്ട് പ്രോസസ്സ് തന്നെ ആകെപ്പാടെ ഡീറേഞ്ച്ഡ് ആണ്. അപ്പം ഞാൻ ഇങ്ങനെ സജസ്റ്റ് ചെയ്തു ആൾക്കൊരു ത്രൂ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ get him to do things which gives him the feeling that I am good, I am doing things which is good, so I am good എന്നൊരു ഫീലിംഗ്, ഒരു സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റിംഗ്. So he started exercising, he started meditating, he started doing things which giving the feeling that okay, I'm doing everything good for me. Angane gradually he started thinking in a positive way. Okay, I'm good, I can do things. Slowly the results start showing up and he started performing well as well. സർ, ഇപ്പം കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് കുഞ്ഞുങ്ങളിൽ ഒരു 7 വയസ്സ് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങളിൽ ദേഷ്യം, ഹൈപ്പർ ആക്ടിവിറ്റി, ഇങ്ങനത്തെയൊക്കെ ഒരു പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഇസ് ഇറ്റ് റിലേറ്റഡ് ടു ദ മെന്റൽ ഹെൽത്ത്? ഇതിൻ്റെ പല ഫാക്ടേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഒന്ന്, മൊബൈൽ ഒരു വലിയ ഫാക്ടറാണ് അല്ലേ, ആക്സസ് ടു മീഡിയ അല്ലേ, ആ മീഡിയയിൽ കാണുന്നതെല്ലാം കുട്ടികൾ കോപ്പി ചെയ്യുന്നുണ്ട്. Another factor is, usually when parents bring their child, ദേഷ്യമാണ്, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനോട് ഭയങ്കര ദേഷ്യം കാണിക്കുന്നു, അല്ലെങ്കിൽ ചില ഫാമിലി മെമ്പേഴ്സിനോട് ദേഷ്യം കാണിക്കുന്നു. അത് ചോദിച്ച് വരുമ്പോൾ യൂഷ്വലി അതിൽ ഒരു ഫാമിലി മെമ്പർ തന്നെ ആ ഒരു ബിഹേവിയർ എടുക്കുന്നുണ്ടാവും, കുട്ടി അവരെ കോപ്പി ചെയ്യുന്നു. ഈ കുട്ടികൾ എവിടുന്നോ പഠിക്കുന്നതാണോ, ഒന്നെങ്കിൽ മീഡിയയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നാവാം, മൊബൈലിൽ നിന്നാവാം, അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് കേസസ് അവർ ലൈവായിട്ട് അവരുടെ റോൾ മോഡലായിട്ടുള്ള ഒരു പാരൻറ്റ് ഫിഗർ തന്നെ ഇത് എടുക്കുന്നുണ്ട്. ഇപ്പം കുട്ടികളോട് തന്നെ ദേഷ്യപ്പെടുന്നു. ഇപ്പം കുട്ടികൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടുന്നില്ല, അത് നമ്മൾ പറഞ്ഞിട്ട് കേട്ടില്ല, അല്ലെങ്കിൽ പാരൻറ്റിൻ്റെ റെസ്പോൺസ് എന്താ, ഷൗട്ട് ചെയ്യുക, അല്ലെ അവരെ അടിക്കുക. അപ്പോൾ ആക്ച്വലി അത് ചെയ്യുന്നതിലൂടെ നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുന്നത് എന്താണ്, എനിക്കിഷ്ടപ്പെടാത്തൊരു ബിഹേവിയർ വന്നാൽ അതിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശബ്ദം ഉയർത്തുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഫിസിക്കലി ഹേർട്ട് ചെയ്യുകയാണ്. അത് തന്നെ നമുക്ക് അവർ പഠിപ്പിച്ചു. അപ്പോൾ അവരും അത് തന്നെ ചെയ്യും. അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു ബിഹേവിയർ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ മുതിർന്നവരോട് അങ്ങനെ ചെയ്യരുതെന്നോ ഇളയവരോട് മാത്രമേ ചെയ്യാവൂന്നോ അവർക്ക് അറിഞ്ഞുകൂടാ അല്ലേ. അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു ബിഹേവിയർ ചെയ്ത് അവരും ശബ്ദമുയർത്തും, അവരും ഉപദ്രവിച്ചു തുടങ്ങും. അവർ മനസ്സിലാക്കുന്ന അതാണ്. ഇപ്പം അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞാനൊരു കുസൃതി ചെയ്തപ്പോൾ അവർ ശബ്ദമുയർത്തി എന്നോട് ഷൗട്ട് ചെയ്തു, അല്ലെങ്കിൽ എന്നെ അടിച്ചു. അതിന് പകരം അവർക്ക് കാര്യം എന്താണെന്ന് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നാൽ എന്താണ് പ്രശ്നം, അപ്പോൾ ഒറ്റ പ്രാവശ്യം പറഞ്ഞു കൊടുത്തതുകൊണ്ട് എല്ലാം മനസ്സിലാക്കി കുഞ്ഞ് അടുത്ത പ്രാവശ്യം ചെയ്യാതിരിക്കും എന്നല്ല എൻ്റെ അർത്ഥം. പല പ്രാവശ്യം പറഞ്ഞു കൊടുക്കേണ്ടി വരും അല്ലേ. പല പ്രാവശ്യം ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം, അതിൻ്റെ ഓപ്പോസിറ്റ് ശരിയായ പ്രവൃത്തി ചെയ്താൽ എന്താണ് ഗുണം, അത് പല പ്രാവശ്യം പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതേസമയം നമ്മൾ വെറുതെ ശബ്ദം ഉയർത്തിയാൽ കുഞ്ഞ് പേടിച്ച് ചിലപ്പോൾ ചെയ്യത്തില്ലായിരിക്കാം, പക്ഷെ അതിൻ്റെ അകത്ത് ഒരുപാട് ബാഡ് എഫക്ട്സ് ഉണ്ട് അല്ലേ. സർ, അപ്പം ഇങ്ങനെ വളരുന്ന കുട്ടികളിൽ
അവര് മുന്നോട്ട് പ്രായം കൂടും തോറും ഇങ്ങനത്തെ ഒരു ടെൻഡൻസി കാണിക്കാനുള്ളത് ഒരു ടെൻഡൻസി കൂടുമോ ഇല്ലയോ? ലൈക്ക് പേരൻസ് വീട്ടിൽ കണ്ടുവരുന്നത് ഇപ്പോൾ ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ വിൽ ദേ ബി പ്രോബ്ലം ഫോർ ദം ഇൻ ദ ഫ്യൂച്ചർ? അല്ലെങ്കിൽ ഈ കുട്ടികളിൽ അങ്ങനത്തെ ഒരു പ്രവണത കൂടുതൽ ആയിരിക്കുമോ? തീർച്ചയായിട്ടും. ഇപ്പം അവർ കണ്ടുപഠിക്കുന്ന, അവർക്ക് റോൾ മോഡൽസ് എന്ന് പറയുന്നത് പേരൻസ് ആണ് അല്ലേ? അപ്പം പേരൻസ് തമ്മിൽ എങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ വിചാരം എന്താ, ഇങ്ങനെയാണ് വേണ്ടത് അല്ലേ? സ്നേഹത്തിലുള്ള ഒരു പെരുമാറ്റം അവർ കണ്ടുപഠിക്കുന്നതല്ലേ അവരും പഠിക്കത്തുള്ളൂ. അവരും സ്കൂളിൽ പോയി ഇത് തന്നെ ചെയ്യും, അല്ലെങ്കിൽ അവർ മുതിർന്നു കഴിയുമ്പോഴും അവർ അതേപോലെ തന്നെ ബിഹേവ് ചെയ്യത്തില്ലേ? അപ്പോൾ കണ്ടുപഠിക്കുകയാണല്ലോ ഇതെല്ലാം. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ കണ്ടുപഠിക്കുന്നില്ല, കാരണം അവർ കഥയാണെന്നുള്ള അവർക്കും അറിയാം അല്ലേ? ചില സിറ്റുവേഷൻസിൽ മാത്രം ചിലർ പല രീതിയിൽ പെരുമാറുന്നു, അത് നേരെ ഓപ്പോസിറ്റ് രീതിയിൽ പെരുമാറുന്നവരും ഉണ്ട് അവർ കാണുന്ന സോഷ്യൽ മീഡിയക്കകത്ത്. അപ്പം പഠിക്കാനാണെങ്കിൽ രണ്ടും പഠിക്കാം, പക്ഷെ അവർക്ക് ഏറ്റവും റോൾ മോഡൽ ആവുന്നത് പേരൻസാണ്. ആ പേരൻസ് ഇഷ്ടമല്ലാത്തത് കാണുമ്പോൾ ഷൗട്ട് ചെയ്യുന്നു എന്നുള്ള, അത് തീർച്ചയായിട്ടും കുട്ടികൾ പഠിക്കും അല്ലേ? ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവരും ഷൗട്ട് ചെയ്യും, അവരും പിന്നെ പേരൻസ് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു, തമ്മിൽ വഴക്കിടുന്നു. അതും അവരുടെ വിചാരം എന്താ, അങ്ങനെയാണ് വേണ്ടത്. സോ ദേ വിൽ ഫീൽ ദാറ്റ് അതൊരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? അതെ, ദിസ് ഈസ് എ വേ ടു ബി എന്നുള്ളൊരു ഇംപ്രഷനാണ് അവർക്ക് കിട്ടുന്നത്. നേരത്തെ എനിക്കൊരു ഫാമിലി ഇതുപോലെ കുട്ടിയെ കൊണ്ടുവന്നു. അവർ പുറത്തായിരുന്നു, എനിക്കൊന്ന് ശ്രീലങ്കയിലോ എന്തോ ആയിരുന്നു. കുറച്ച് നാൾ മുമ്പാണ് ഈ പാരൻ്റ് റീമാരി ചെയ്തിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു സ്റ്റെപ്പ് ഫാദറും കൂടി ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയി. ഈ കുട്ടി ഇപ്പം ഒന്നും നേരത്തെ നല്ല ആക്റ്റീവ് ആയിരുന്നു, ഇപ്പോൾ പക്ഷേ ഒന്നിനും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല, പലതിനും പുറകോട്ട് നിൽക്കുന്നു എന്നുള്ളൊരു രീതിയിൽ. പക്ഷേ അത് നേരത്തെ മുതലേ ഉണ്ട്, ഇപ്പം കുറച്ചുകൂടെ ഡള്ളാണ് എന്നുള്ളത്. അപ്പം അവിടെ നേരത്തെ ഒരു സിംഗിൾ പാരൻ്റ് ആയിരുന്നു, ഇപ്പം 2 പേരൻസ് ഇൻവോൾവ് ചെയ്തപ്പോഴത്തേക്ക് അവർ രണ്ട് രീതിയിലുള്ളൊരു പാരൻ്റൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ നേരത്തെ ഒരു പാരൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷനേ വരുന്നുള്ളൂ. ഇപ്പോൾ 2 പേരൻറ്റും 2 രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു തുടങ്ങിയതേ കുട്ടി ആകെപ്പാടെ കൺഫ്യൂസ്ഡായി. അപ്പം കുട്ടി അതിൽ നിന്ന് പിക്ക് ചെയ്യുന്നത് എന്തുവാ, എളുപ്പമുള്ളത് അല്ലേ, ഇഷ്ടമുള്ളത് നോക്കിയിട്ട് പറയും ഇതാണ് ശരി എന്നാണ് കുട്ടി വിചാരിക്കുന്നത്. അതിന് വേണ്ടത് എന്താ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരൻസ് 2 പേരുണ്ടെങ്കിൽ അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് ഒരു കോമൺ ഡിസിഷൻ എടുത്ത്, ഓക്കെ ഇതാണ്, വിൽ ഗിവ് ഇൻസ്ട്രക്ഷൻസ് ലൈക്ക് ദിസ്. അത് ഒരാൾ പറയുമ്പോൾ മറ്റേ ആൾ പറയും അത് തെറ്റാ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുട്ടി കൺഫ്യൂസ്ഡ് ആവും അല്ലേ? ഇതിലേതാണ് ശരി ഏതാണ് തെറ്റ്? ഒരു പേരൻ്റ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് മറ്റൊരു പേരൻ്റ് പറയുന്നത് തെറ്റാണ്. അപ്പോൾ അത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും കുട്ടികൾ. അപ്പോൾ അത് ആദ്യം വേണ്ടത് പേരൻസ് തമ്മിൽ ഒരു ഡിസ്കഷൻ ചെയ്ത് വാട്ട് ഇസ് ദ റൈറ്റ് തിങ്, വാട്ട് ഇസ് ദ ഇൻസ്ട്രക്ഷൻസ് വി ആർ ഗോയിങ് ടു ഗിവ് ദാറ്റ് ചൈൽഡ്. എന്നിട്ട് അവർ രണ്ടും അതേ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക അല്ലേ? ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിലൂടെ ഒരു ബെറ്റർ ഔട്ട്കം വരുന്നു. എല്ലാ പേരൻസിനും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എപ്പം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാം അല്ലെങ്കിൽ എപ്പം സോഷ്യൽ മീഡിയ കൊടുക്കാം, എങ്ങനെയാണ് സാറിന് എന്താണ് അതിനെപ്പറ്റിയുള്ളൊരു അഭിപ്രായം? എവറിത്തിങ് നമുക്കറിയാം, അധികമായാൽ എന്തും വിഷമാണ് അല്ലേ? അതെ. The same thing with phone as well. I mean, phone use is not completely bad. അല്ലേ? To some extent it is needed. So it should be restricted. അപ്പോൾ ആ റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ ഇപ്പോൾ പേരൻസ് വിചാരിക്കുന്നത് എന്താണ്, ഇപ്പോൾ കുഞ്ഞിലെ മുതൽ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ ഈസി വേ എന്തുവാ, അതിന് മുമ്പിലൊരു മൊബൈൽ എടുത്ത് വെക്കുക അല്ലേ? അപ്പം പേരൻസിന് അവർ ചെയ്യുന്നത് ഈസി ആക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി ആ കുഞ്ഞിനെ അത് തന്നെ പഠിപ്പിക്കുകയാണ്. അവരുടെ വെൻ ഇറ്റ് കംസ് ടു ദിസ് യൂസ്, അതൊരു യൂസ് ഇല്ലാതെ ഒരു ലിമിറ്റ് ഇല്ലാതെ തുടർന്ന് പോകുമ്പോഴാണ് ഇറ്റ് ബിക്കംസ് എ പ്രോബ്ലം അല്ലേ? വെൻ ദേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കം ഔട്ട് ഓഫ് ഇറ്റ്. ഇസ് ദർ എനി സ്പെസിഫിക് ഏജ്, ലൈക്ക് ഒരു ഏജ് ഉണ്ടോ, ഇന്ന ഏജ് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുത്താൽ മതി അല്ലെ ആക്സസ് കൊടുത്താൽ മതി, അങ്ങനെ ഒരു സ്പെസിഫിക് ഏജ് ഉണ്ടോ? ഏത് ഏജിലും വാട്ട് ദേ സീ എന്നുള്ളതിനാണ് ഡിഫറൻസ്. ഏജ് വൈസ് ഉള്ള ഡിഫറൻസ്, യു ഷുഡ് നോട്ട് ഗിവ് ദ മൊബൈൽ എന്നോ യു ഷുഡ് നോട്ട് ഗിവ് ദ ഡിജിറ്റൽ മീഡിയ ടു ദ ചൈൽഡ് എന്നല്ല, വാട്ട് യു ഗിവ് ടു ദ ചൈൽഡ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അല്ലേ? ഒരു യങ്ങർ ചൈൽഡിനും കാർട്ടൂൺ കാണിക്കുന്നുണ്ട്, ദർ ഇസ് നോ പ്രോബ്ലം അല്ലേ? അവർ വേറെ കാര്യങ്ങൾ കാണുന്നതാണ്
ഇഷ്യൂസാണ്. അപ്പം ഏത് ചൈൽഡിൽ, ഏത് ഏജിൽ, ഏത് ചൈൽഡ് ഏത് കാണുന്നു എന്നുള്ളതിലേക്കുള്ള കാര്യം. സർ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ തെറാപ്പി, അല്ലെ ഒരു സൈക്കോളജിസ്റ്റ്, അല്ലെ ഒരു സൈക്യാട്രിസ്റ്റ്? സോ ഇതിൽ ട്രീറ്റ്മെന്റ് ഡിഫറെൻ്റ് ആണോ? ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പം ഒരു ബേസിക് മെഡിക്കൽ ഡിഗ്രി ഇല്ല. സൈക്യാട്രിസ്റ്റ് ഒരു മെഡിക്കൽ പേഴ്സണാണ്. ബേസിക് MBBS ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ഹയർ ഡിഗ്രി, ഒരു സൈക്യാട്രി സ്പെഷ്യലൈസേഷൻ കഴിയുന്ന ഒരാളാണ് സൈക്യാട്രിസ്റ്റ്. സൈക്യാട്രിസ്റ്റിന് മെഡിസിൻസും യൂസ് ചെയ്യാം, തെറാപ്പിയും കൗൺസിലിങ്ങും എല്ലാം യൂസ് ചെയ്യാം. there are psychiatrists. I prefer using both. I'm not a medicine person. What I believe is, if there is good talking, nearly 70 to 80% is done with that. അത് കഴിഞ്ഞിട്ട് ബാക്കി മതി മെഡിസിൻ. I would prefer to call me a 2-in-1. സൈക്കോതെറാപ്പിസ്റ്റ് എന്ന് വിളിക്കുന്നതായിരിക്കും എനിക്ക് കൂടുതൽ ഇഷ്ടം. ബിക്കോസ് I prefer talking. അത് പിന്നെ മെഡിസിൻസ്. There are some conditions which can be treated only with medicines. Some conditions need only counseling. And counseling can be, counseling ആണെങ്കിലും different therapies. Therapies എന്ന് പറഞ്ഞാൽ talking ആണ് mainly. And that can be done by a psychologist. A psychologist cannot use medicines because they don't have a basic medical degree. അതുകൊണ്ട് അവർക്ക് തെറാപ്പീസും കൗൺസിലിങ്സും ആണ് ചെയ്യാൻ പറ്റുന്നത്. A psychiatrist can do both. I mean, they do learn counseling, therapies, all that. But they prefer, most of the psychiatrists don't prefer doing talking much because they prefer just prescribing the medicines and get it done and send to the psychologist for talking. But I prefer doing both. ഇപ്പം അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്കൊരു കപ്പിൾസ് എന്നെ കാണാൻ വന്നു. അതിൽ അവർ വന്നത് വൈഫിന് ഡിപ്രഷൻ, വൈഫിന് ഭയങ്കര ഡിപ്രഷൻ, അതിന് ട്രീറ്റ്മെൻറ്റ് വേണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സംസാരിച്ച് വന്നപ്പം ഞാൻ ചോദിച്ചു, എന്തു പറ്റി നിങ്ങൾ ഒരു സൈക്കാട്രിസ്റ്റിനെ തിരഞ്ഞെടുക്കാൻ കാര്യം എന്താ എന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു, വേറൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ആ സൈക്കാട്രിസ്റ്റ് പറഞ്ഞു, വൈഫിന് ഡിപ്രഷനാണ്, ഡിപ്രഷന് മരുന്ന് വേണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് പക്ഷെ അത് അത്ര ശരിയായില്ല ആ ചികിത്സ. അതുകൊണ്ട് സാറിൻ്റെ അടുത്തോട്ട് വന്നു, മെഡിസിൻ വേണമെന്ന് ഉള്ളതുകൊണ്ട് സാറിൻ്റെ അടുത്തോട്ട് വന്നു എന്ന് പറഞ്ഞു. ബട്ട് ആക്ച്വലി അത് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഹസ്ബൻഡും വൈഫും കൂടെ ഉള്ള ഒരു ക്ലാഷാണത്, അല്ലേ? ഹസ്ബൻഡിന് തമ്മിൽ മനസ്സിലാക്കാൻ ഒക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു സാഡ്നെസ്സാണ്. അതിന് ഡിപ്രഷൻ എന്ന് വിളിക്കുന്നില്ല, അല്ലേ? ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലമാണത്. അപ്പം അവർ തമ്മിൽ കൗൺസിലിംഗ് ചെയ്തു, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്തു. അതിലൂടെ അവരുടെ പ്രോബ്ലംസ്, അവർ തമ്മിലുള്ള വഴക്കുകൾ മാറി. അതോടെ ഈ പറഞ്ഞ ഡിപ്രഷനും പോയി, അല്ല? ഒരു മെഡിസിനും എടുക്കാതെ ഡിപ്രഷൻ മാറി, അല്ലേ? തമ്മിൽ മനസ്സിലാക്കാനൊന്ന് ഹെൽപ്പ് ചെയ്തതേ ഉള്ളൂ. ആ തമ്മിൽ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്തതിലൂടെ ആളുടെ സാഡ്നെസ് പോയി. പിന്നെ അത് ഡിപ്രഷനും അല്ല, ഒന്നും അല്ലാതായി, ആൾ ഓക്കെ ആയി. സർ, പലപ്പോഴും കേട്ടിട്ടുണ്ട്, പലയിടത്തും കേട്ടിട്ടുണ്ട് ദാറ്റ് മെന്റൽ ഹെൽത്ത് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഫിസിക്കൽ ഹെൽത്ത് എന്ന്. അപ്പം സാറിൻ്റെ അഭിപ്രായം എന്താണ് അതിനെപ്പറ്റി? സോ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ബിക്കോസ് ആളുകൾ കൂടുതൽ പ്രാധാന്യം പലപ്പോഴും കൊടുക്കുന്നത് ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ, ഫിസിക്കൽ ഹെൽത്തിനാണ്, അല്ലേ? അതെ. ശരീരത്തിനൊരു രോഗം വന്നു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് ചികിത്സിക്കണം, അത് മാറ്റണം, അതിനൊരു പ്രാധാന്യം പലരും കൊടുക്കുന്നുണ്ട്. അതേസമയം മനസ്സിനൊരു വല്ലായ്മ വന്നു കഴിഞ്ഞാൽ ഒന്നാമത് സൈക്കാട്രിസ്റ്റിനെ കാണുന്നു, സൈക്കാട്രിസ്റ്റിനെ കാണാണ്ട് കഴിഞ്ഞാൽ മനോരോഗം എന്നുള്ളൊരു പ്രശ്നം, അതിനെ ചികിത്സിക്കുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചികിത്സയെക്കുറിച്ചുള്ള ഒരു മിസ്കൺസെപ്റ്റ്സ്, അല്ലേ? അതൊക്കെയാണ് സൈക്കാട്രി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ പേടിക്കേണ്ട കാര്യമാണ് എന്നുള്ളൊരു മിസ്കൺസെപ്റ്റൊക്കെ ഉണ്ട് ഇതിൻ്റെ പുറകിൽ. അതേസമയം ഇപ്പം ബോഡിയുടെ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഞാൻ പറയുന്നത്, ഇപ്പോൾ നല്ല മസ്കുലർ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ, ഫിസിക്കലി കംപ്ലീറ്റ്ലി സ്ട്രോങ്, കണ്ടു കഴിഞ്ഞാൽ നല്ല മസിൽസ് ഉണ്ട്, ബട്ട് ആ ആൾ എന്തോ പ്രശ്നങ്ങൾ വന്നപ്പോൾ മെൻ്റലി കംപ്ലീറ്റ്ലി ഡൗൺ ആയി. ആ ഒരു കോൺഫിഡൻസ് പോയി, ആ ഒരു കോൺഫിഡൻസ് ആളിന് നഷ്ടപ്പെട്ടു, ആൾ കംപ്ലീറ്റ്ലി ഡിപ്രസ്ഡ് ആയി, ആ ആൾ ഡൗൺ ആയി. നല്ല ബോഡി നല്ല സ്ട്രോങ് ആണ്, പക്ഷേ മനസ്സുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമില്ല.
ആളൊരു മുറിക്കകത്ത് അടച്ചിരിക്കാൻ തുടങ്ങി. അതങ്ങനൊരു സിറ്റുവേഷൻ. പക്ഷെ വേറൊരാൾ ശരീരം തളർന്ന് കിടക്കുക, പിന്നെ എണീറ്റ് നടക്കാൻ പറ്റുന്നില്ല, കാലൊക്കെ തളർന്നിരിക്കുകയായതുകൊണ്ട്. പക്ഷേ മൈൻഡ് കൊണ്ട് ആൾ എനിക്ക് പറ്റും, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ആളിനെ എഴഞ്ഞു പോയിട്ടാണെങ്കിലും അല്ലേ, അല്ലെങ്കിൽ വേറൊരാളെ കൊണ്ടാണെങ്കിലും ചെയ്യിപ്പിക്കാം അല്ലേ, ഡെലിഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നടക്കാൻ പറ്റത്തില്ലെങ്കിൽ എഴഞ്ഞു പോയിട്ടാണെങ്കിലും ആൾക്ക് കാര്യം ചെയ്യാം. അപ്പോൾ ആ ഒരു മൈൻഡ് സ്ട്രോങ് ആണ് അല്ലേ. സോ വിച്ച് മീൻസ് ആ ഒരു മൈൻഡ് സ്ട്രോങ് ആണെങ്കിൽ യു ക്യാൻ ഓവർകം ഓൾ ദ ഫിസിക്കൽ വീക്ക്നെസ്സസ് അല്ലേ. ഈവൻ ഇഫ് യു ആർ നോട്ട് ഫിസിക്കലി സ്ട്രോങ്, മൈൻഡ് സ്ട്രോങ് ആണെങ്കിൽ യു ക്യാൻ ഗെറ്റ് തിങ്സ് ഡൺ. സോ taking the proper help at the right time and also doing things which make your mind strong will help you a lot. So I would say mind is more important. നമ്മളിപ്പോൾ കണ്ടുവരുമ്പം ദർ ആർ ലൈക്ക് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ്. ചിലർ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്, ചിലർ ഭയങ്കര ഹൈപ്പർ കോമ്പറ്റേറ്റീവ് ആണ്. ഇത് നമ്മൾ ബാക്കിലോട്ട് ട്രാക്ക് ചെയ്യുമ്പം ഈവൻ ജെൻസി ആണെങ്കിലും മില്ലീനിയൽസ് ആണെങ്കിലും ദേ ടോക്ക് അബൌട്ട് ദ ട്രോമ, ചൈൽഡ്ഹുഡ് ട്രോമ. സോ ഇതിന് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? മെജോറിറ്റി ആളുകളെ ഈ ദ ഹോൾ പോപ്പുലേഷൻ ഓൺ ദിസ് എർത്ത് ദർ ആർ മെയിൻലി 2 type of people. ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് പറയണമെങ്കിൽ, ഒരു സൈക്കോളജിക്കൽ ടേമിലൊന്നും അല്ലാതെ പറയണമെങ്കിൽ, ദ പീപ്പിൾ ഹൂ തിങ്ക് ഫ്രം ദർ ഹാർട്ട് ആൻഡ് ദ പീപ്പിൾ ഹൂ തിങ്ക് ഫ്രം ദ ബ്രെയിൻ അല്ലേ. ഫോർ എക്സാമ്പിൾ ഫീലേഴ്സ് ആൻഡ് തിങ്കേഴ്സ്, ഇങ്ങനെ 2 ഗ്രൂപ്പാണ് എല്ലാവരും. സം പീപ്പിൾ ആർ ഫീലേഴ്സ്, സം പീപ്പിൾ ആർ തിങ്കേഴ്സ്. ഞാനിപ്പം ആ ഒരു ന്യൂ ജെന്നിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്കത് പറയാനുള്ളത്, ഈ പറയുന്ന 2 ഗ്രൂപ്പ്, ഇപ്പം ഏത് കപ്പിൾസിനെ എടുത്ത് നോക്കിയാലും that will be a combination. One person will be a feeler and the other person will be a thinker. 2 ഫീലേഴ്സ് തമ്മിൽ കപ്പിളാകാനുള്ള ചാൻസും 2 തിങ്കേഴ്സ് തമ്മിൽ കപ്പിളാകാനുള്ള ചാൻസസ് വെരി ലെസ് അല്ലേ. അപ്പം ഏത് കപ്പിൾസിനെ എടുത്ത് നോക്കിയാലും ഇങ്ങനെയാണ്, 2 ഗ്രൂപ്പാണ്, ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ്, അങ്ങനെ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസാണ്. അവർക്ക് തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവുന്നു. ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിക്ക് മറ്റേ ടൈപ്പിനെ മനസ്സിലാവുന്നില്ല. ഇപ്പോൾ 2 പേഴ്സ്പെക്റ്റീവ്സാണ്. മറ്റേ ആൾക്ക് പ്രശ്നമായിട്ട് ഒരാൾ പറയുന്നു, ആ ആൾ പറയുന്നു ഈ ആൾക്ക് പ്രശ്നമാണ് അല്ലേ. ദിസ് ഈസ് നോട്ട് അബൌട്ട് ബീങ് റൈറ്റ് ഓർ റോങ്. See, basically you cannot say there is some people are absolutely right and others are wrong എന്നില്ല. It's all about perspectives അല്ലേ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ 2 കപ്പിൾസ് തമ്മിൽ വഴക്കുണ്ടാവും. അവർ പറയുന്നു ഐ എം റൈറ്റ് യു ആർ റോങ്, ഐ എം റൈറ്റ് യു ആർ റോങ്. എന്നിട്ട് അവർ, ഇപ്പം ഞാൻ എന്നെ പിടിച്ച് ജഡ്ജായിട്ട് ഇരുത്തിയെന്ന് വെച്ചു, ടു ഡിസൈഡ് ഹൂ ഇസ് റൈറ്റ് ആൻഡ് ഹൂ ഇസ് റോങ്. ഞാൻ പറഞ്ഞു ആളുകൾ ഈ 2 ടൈപ്പാണ് അല്ലേ. അപ്പം ആ ഇമോഷണലായിട്ടുള്ള ആളുടെ പാട്ട് പറഞ്ഞു, ലോജിക്കലായിട്ടുള്ള ആളുടെ പാട്ട് പറഞ്ഞു. ഇതിൽ 2 നേച്ചർ എനിക്കും ഉണ്ട് അല്ലേ. ഇഫ് ഐ ഹാവ് എൻ ഇമോഷണൽ നേച്ചർ, I can understand the emotional person. I will say the emotional person is right. But if I have a logical nature, I'll say the logical person is right. അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് അബ്സല്യൂട്ട്ലി റൈറ്റ് ആൻഡ് റോങ് ഉണ്ടോ? ഇല്ല. ദർ isn't anything like absolute right or wrong. ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ് എന്ന് മാത്രമേ ഉള്ളൂ, ഡിഫറെൻറ്റ് കാഴ്ചപ്പാട് അല്ലേ. കാരണം ഈ പറഞ്ഞ 2 ഗ്രൂപ്പും തമ്മിൽ അബ്സല്യൂട്ട്ലി ഓപ്പോസിറ്റാണ്. ഇമോഷണലായിട്ടുള്ളവരുടെ നേച്ചർ എടുത്ത് നോക്കിയാലും ലോജിക്കലായിട്ടുള്ളവരുടെ നേച്ചർ എടുത്ത് നോക്കിയാലും അബ്സല്യൂട്ട്ലി ഓപ്പോസിറ്റാണ്. അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും, ഇമോഷണലായിട്ടുള്ളവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും വിൽ ബി ദ എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് ദ ലോജിക്കൽ പേഴ്സൺ. ഇപ്പോൾ ഇമോഷണലായിട്ടുള്ളവരുടെ സ്ട്രെങ്ത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ലോജിക്കലായിട്ടുള്ള വീക്ക്നെസ് ആയിരിക്കും. അവരുടെ സ്ട്രെങ്ത്ത് എടുത്ത് നോക്കി ഇയാളുടെ വീക്ക്നെസ് ആയിരിക്കും. അപ്പോൾ അവർ 2 പേരും പറയും അവരാണ് കറക്റ്റ്, മറ്റേതാണ് റോങ് അല്ലേ. അപ്പം ഈ പുതിയ കുട്ടികളുടെ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു പേഴ്സണാലിറ്റി പുറത്ത് വരുന്നത് എപ്പോഴാണ്? ഇപ്പം പേരൻസ് പറയാറുണ്ട് ഈ കുട്ടി ഹൈസ്കൂൾ വരെ ഇങ്ങനൊന്നും അല്ലായിരുന്നു, ഹൈസ്കൂൾ ആയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് മാറി, വേറെ രീതിയായി. ആൻഡ് ദാറ്റ്സ് വേ ഇറ്റ് ഈസ് അല്ലേ. ഇപ്പം അഡോളസെൻ്റ് ആകുമ്പോഴാണ് ഒരാളുടെ പേഴ്സണാലിറ്റി പുറത്ത് കാണിച്ചു തുടങ്ങുന്നത്. അതുവരെ കുട്ടികൾ അവർക്ക് വേണ്ടി റാഷണലായിട്ട് ചിന്തിക്കുന്നില്ല.
ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവർ അല്ലേ, റാഷണലായിട്ട് ചിന്തിച്ച് തുടങ്ങുമ്പോഴല്ലേ ഒരാളുടെ പേഴ്സണാലിറ്റി പുറത്തു വരുന്നു, അപ്പോഴല്ലേ ഈ ഫീലറും തിങ്കറും ഒക്കെ പുറത്തു വരുന്നു. അപ്പം ആ ഫീലേഴ്സ് വിൽ ബി ഡിഫറെൻറ്റ് നേച്ചർ ഓഫ് ബിഹേവിയർ, തിങ്കേഴ്സ് വിൽ ബി എ ഡിഫറെൻറ്റ് നേച്ചർ ഓഫ് ബിഹേവിയർ. അപ്പോൾ ഇത് പക്ഷേ പേരൻസിന് അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പേരൻസ് അതുവരെ ഉണ്ടാകുന്ന കുട്ടികൾ മാറി വേറൊരു രീതിയിൽ ചിന്തിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് അവർക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുവരെ ഞാൻ ഇപ്പം അഡോളസൻസിന് മുമ്പുണ്ടായിരുന്ന കുട്ടിയെല്ലാം പറഞ്ഞ് അനുസരിപ്പിക്കാൻ എളുപ്പമായിരുന്നു അല്ലേ, അത് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ കംപ്ലീറ്റ്ലി ചേഞ്ചായി, അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും അല്ലേ. ബട്ട് ദാറ്റ്സ് വേ ഇറ്റ് ഈസ്. അഡോളസൻസ് ആകുമ്പോൾ ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ദാറ്റ്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു ടൈമാണ്. സർ, ഇപ്പൊ കൂടുതലായിട്ട് കേട്ടിട്ടുണ്ട് ഹൈപ്പർ ആക്ടിവിറ്റീനെ പറ്റി. അത് യൂഷ്വലി കുട്ടികളിലാണ് കാണുന്നത്. ബട്ട് ഇപ്പോൾ we've heard that അത് അഡൾട്ട്സിലും കാണുന്നുണ്ട്, അതായത് പ്രായമുള്ളവരിലും കാണുന്നുണ്ടെന്ന്. ഇസ് ഇറ്റ് ട്രൂ? യെസ്, ഡെഫിനറ്റ്ലി. ഇത് പണ്ട് കുട്ടിക്ക് കുരുകുരുപ്പ് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്ന പലതും അല്ലേ, ഇച്ചിരി കുസൃതിയാണെങ്കിൽ പണ്ടായിരുന്നെങ്കിൽ കുരുകുരുപ്പ് ഇച്ചിരി കൂടുതലാണ് എന്നേ പറയത്തുള്ളൂ അല്ലേ. ഇന്ന് വി ഹാവ് മൂവ്ഡ് ഫോർവേഡ് അല്ലേ, വി യൂസ് ഡയഗ്നോസിസ് ഫോർ ഓൾ ദാറ്റ്. കുരുകുരുപ്പ് എന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ ADHD എന്ന് പറയും. ആൻഡ് വി യൂസ് മെഡിസിൻസ്. ഡെഫിനറ്റ്ലി ADHD ഇസ് എ സിറ്റുവേഷൻ, അതിൽ നല്ലപോലെ മെഡിസിൻസിന് റെസ്പോണ്ട് ചെയ്യും. ഇറ്റ് ഇസ് ആൻ ADHD, ഡെഫിനറ്റ്ലി മെഡിസിൻസിന് നല്ലപോലെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്, കുട്ടികളുടെ ശ്രദ്ധ ശരിയാവാറുണ്ട്. ADHD ഈസ് എ സിറ്റുവേഷൻ വിച്ച് റെസ്പോൺസ് ഗുഡ് ടു മെഡിസിൻസ്. അത് കുട്ടികളിലാണെങ്കിൽ ADHD ഉണ്ട്, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റും ഉണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റിയും ഉണ്ട്. രണ്ട് ശ്രദ്ധയും കുറയുന്നു, കുരുകുരുപ്പും കൂടുന്നു. അത് പക്ഷേ അഡൾട്ടിൽ വരുമ്പോൾ അതിൻ്റെ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവാറുള്ളൂ, അഡൾട്ട് കുരുകുരുപ്പ് കാണാറില്ല അല്ലേ. അവർക്ക് അറ്റൻഷൻ ഡെഫിസിറ്റാണ് കൂടുതലും, ശ്രദ്ധ പ്രശ്നമാകും. അത് നല്ലപോലെ ഉണ്ട്. അത് കുട്ടികളിലായ അവർ കുട്ടിയായിരുന്നപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാത്തവർക്ക് പലർക്കും അറ്റൻഷൻ ഡെഫിസിറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാറുണ്ട്. ആസ് എൻ അഡൾട്ട് അറ്റൻഷൻ ഡെഫിസിറ്റ് പലർക്കും ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. പിന്നെ ഒരു കാര്യം ഇപ്പം എനിക്കത് പറയാനുള്ളത്, ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഫിലിം സ്റ്റാർസൊക്കെ വന്നിട്ട് അവർക്ക് ADHD ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വന്നു തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരുപാട് ആളുകൾ സ്വന്തം പരാജയങ്ങൾ മാസ്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒരു പരിധിവരെ എനിക്ക് ADHD ആണ്, അതുകൊണ്ടാണ് എനിക്ക് അതിന് പറ്റാത്തത് എന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. പക്ഷേ പലതും അങ്ങനെ പറഞ്ഞു വരുന്നവർക്ക് പലർക്കും ഒരു ADHD-യെക്കാട്ടിലും ഒരു ആങ്സൈറ്റി, ഒരു ഉത്കണ്ഠ കാരണം അവർക്ക് ശ്രദ്ധ കിട്ടാറില്ല. ചിലപ്പം അവർക്ക് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പ്രശ്നം. അപ്പം അങ്ങനെ അത് അവരുടെ ആങ്സൈറ്റി കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓക്കെ ആവാറുണ്ട്. ഓൾവേസ് ഇറ്റ് മൈറ്റ് നോട്ട് ബി അല്ലേ, ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ, എപ്പോഴും അറ്റൻഷൻ ഡെഫിസിറ്റ് ആയിരിക്കത്തില്ല. പക്ഷേ ഒരു ഉത്കണ്ഠയാവാം, ആങ്സൈറ്റി ആവാം അതിൻ്റെ കോഴ്സ്. പക്ഷേ അറ്റൻഷൻ ഡെഫിസിറ്റ് ഈസ് ദർ. യെസ്, അഡൾട്ട് ഓൺസെറ്റ് അല്ലെങ്കിൽ അഡൾട്ട് ഓൺസെറ്റ് അല്ല, ഇറ്റ്സ് ആൻ അഡൾട്ട് ADD, ഇറ്റ്സ് കോൾഡ് ADD, HD അല്ല, ADD കാണാറുണ്ട്. ദാറ്റ് ഡസ് റെസ്പോണ്ട് ടു മെഡിസിൻസ് ആസ് വെൽ. സർ, ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനായിട്ട് താങ്ക് യു സർ. താങ്ക് യു ഡോക്ടർ ശ്രീജിത്ത് ഫോർ ജോയിനിങ് us today. താങ്ക് യു.